EMS പഠന ഗവേഷണ കേന്ദ്രത്തെ ഞാൻ അനുമോദിക്കുകയാണ്. കാലിക പ്രസക്തങ്ങളായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ ഗൗരവപൂർണമായ സംവാദമാക്കി മാറ്റിക്കൊണ്ട് നേരിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു സമരം തന്നെയാണ് അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങൾ. ഗൗരവപൂർണമായ ചർച്ചകളോ സംവാദങ്ങളോ കൂടാതെ ആ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി, അല്പം ചില മാറ്റങ്ങളൊക്കെ വന്നാൽ മതി എന്ന ഒരു മനോഭാവം ഒരു സമൂഹത്തെ പിടികൂടിയാൽ ഒഴുക്കില്ലാത്ത വെള്ളം പോലെ കെട്ടിക്കിടന്ന് മലിനമാകുന്ന ജലം പോലെ സമൂഹവും മാലിന്യ കൂമ്പാരമായിട്ടോ ഒക്കെ മാറാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ ഇവിടെ പരാമർശിച്ച് കഴിഞ്ഞു. അധ്യക്ഷനും സ്വാഗതം പറഞ്ഞ സഖാവും ചിലര് ഉന്നയിച്ച് കേട്ടതാണ്, നമ്മൾ ഇവിടുത്തെ നമ്മുടെ മനുഷ്യൻ്റെ കാര്യമൊക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോരെ, എന്തിനാണ് ലോകകാര്യങ്ങളുടെ എല്ലാം പിന്നാലെ പോകുന്നത്? ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സംഭവവികാസത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാടിൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലാണ് ഈ നെതന്യാഹുവും ട്രംപും. ഇസ്രയേൽ എന്ന് മൊത്തത്തിൽ പറയുന്നതിനകത്തൊരു പോരായികയുണ്ട്. ഇസ്രയേലിൽ ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ നെതന്യാഹുവിൻ്റെ അക്രമാസക്തമായ മനുഷ്യത്വ വിരുദ്ധമായ വംശീയ കുട്ടക്കുരുതി പലസ്തീനിൽ നടത്തുന്നു, ഗസയിൽ നടത്തുന്നു, വെസ്റ്റ് ബാങ്കിൽ നടത്തുന്നു. അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഇസ്രയേലിൽ തന്നെയുണ്ട്. അമേരിക്കയെന്നും നമ്മൾ പറഞ്ഞുകൂടാ. അമേരിക്കയിൽ തന്നെ പുരോഗമനവാദികളായ ജനാധിപത്യവാദികളായ എത്രയോ മഹാന്മാരും മഹതികളും ഉണ്ടായിട്ടുണ്ട്. ഒരു മഹതി എഴുതിയ അങ്കിൾ സ്ട്രോങ് ക്യാബിൻ എന്ന നോവലാണ് വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമായും ഒക്കെ വളർന്നത് എന്നുള്ളത് യാദൃച്ഛികമായിട്ട്. മഹതികളെ നമ്മൾ അധികം ഓർക്കാറില്ല. ഒരാളെ നമ്മൾ കഷ്ടിച്ചു പിടിച്ച് മുൻനിരയിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നുള്ളതിനെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ മീഡിയ കോംപ്ലക്സ് എന്ന് പറഞ്ഞാലേ അർത്ഥപൂർണത വരികയുള്ളൂ. അതിനെതിരായിട്ടുള്ള വലിയ ബഹുജന പ്രസ്ഥാനവും ഇവിടെ നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ 90 ലക്ഷം പേരെല്ലാം പല പല നഗരങ്ങളിലായി പങ്കെടുത്ത നോ കിങ്സ്, ഞങ്ങൾക്ക് രാജാവിനെ വേണ്ട, കോമാളിയായ രാജാവേ കിരീടം താഴെ വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ പ്രസ്ഥാനം. അതെല്ലാം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 2 കാരണങ്ങൾ കൊണ്ടെങ്കിലും ഈ പ്രശ്നത്തിൽ നമ്മൾ പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് പരസ്യപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഓരോ കോണിലും, പാലസ്തീനിലും ഇസ്രയേലിനുള്ളിലും അമേരിക്കയിലും മറ്റു ഭൂഖണ്ഡങ്ങളിലുമൊക്കെ യുദ്ധം വേണ്ട, മനുഷ്യനാവശ്യം സമാധാനമാണ് എന്ന് പറയുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വരണം
കാരണം അത്തരം ഐക്യദാർഢ്യങ്ങൾ ഒരു ഭൗതിക ശക്തിയായിട്ട് മാറാം. ഒരാശയം മനുഷ്യന്റെ ബോധത്തെ സ്വാധീനിക്കുമ്പോൾ അതൊരു ഭൗതിക ശക്തിയാവും എന്ന് മാർക്സ് പറഞ്ഞതുപോലെ ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങളും ഒരു ഭൗതിക ശക്തിയാകും. ഈ ഏപ്രിൽ മാസം ദക്ഷിണ വിയറ്റ്നാം വിമോചിതമായതിൻ്റെ വാർഷികമാണ്. സൈഗോണിൽ നിന്നും സൈഗോൺ ഹോജിമിൻ സിറ്റിയായിട്ട് മാറി. ദക്ഷിണ വിയറ്റ്നാമിൻ്റെ അമേരിക്കയുടെ കസ്റ്റഡിയിൽ ഇരുന്ന വിയറ്റ്നാമിൻ്റെ ഒരു ഭാഗമാണ് ദക്ഷിണ വിയറ്റ്നാം. ഉത്തര വിയറ്റ്നാം വിമോചിതമായതിനു ശേഷവും വിയറ്റ്നാമിൻ്റെ മോചനത്തിൽ വിയറ്റ്നാമിലെ പോരാളികളുടെ ധീരത മാത്രമല്ല, അതാണ് ഏറ്റവും പ്രധാനം. ഗോയൻ ഗ്യാപ്പ് എന്ന ഒളിപ്പോർ യുദ്ധത്തിൻ്റെ എല്ലാം സർവകാലത്തെയും ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് എൻ ഗുയൻ ഗ്യാപ്പ്. ഗ്യാപ്പ് എന്നുള്ള ഭാഗമേ നമുക്ക് ശരിക്കും ഉച്ചരിക്കാൻ പറ്റൂ. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഗ്യാപ്പിൻ്റെ ഒളിപ്പോർ തന്ത്രത്തിൽ ഒരു ഗ്യാപ്പും ഉണ്ടായിട്ടില്ല, വളരെ ദൃഢമായിട്ടുള്ളത്. അപ്പം ആ ഒളിപ്പോർ പ്രധാനമായിരുന്നു. പക്ഷെ ലോകമെമ്പാടും ഉയർന്നു വന്ന ഐക്യദാർഢ്യം അമേരിക്കയെ പ്രസ്ഥാനത്താക്കി. അമേരിക്കയിൽ ഉയർന്നു വന്ന ഐക്യദാർഢ്യം വിയറ്റ്നാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോരൂ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ലോകസ്ഥിതിയിൽ നമ്മളുടെ ഇതുപോലുള്ള സെമിനാറുകൾ മാത്രമല്ല, നമ്മൾ നടത്തുന്ന പ്രകടനങ്ങൾ, ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങൾ, അതെല്ലാം വളരെ വളരെ പ്രധാനമാണ്. അങ്ങനെ പറയുമ്പോൾ ഈ നഗരത്തിൻ്റെ ഓരത്ത് താമസിക്കുന്ന ഒരു മഹതിയെ നാം ഓർക്കണം. നവതി പിന്നിട്ട ലീലാവതി ടീച്ചറെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജന്മദിനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ എന്താണ് ജന്മദിനത്തിൽ ഇത്രയും വയസ്സ് ജീവിച്ചിരുന്നല്ലോ, എന്താ പറയാനുള്ളത്, എന്തൊക്കെയാണ് ജന്മദിന വിശേഷം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്ത് ജന്മദിനമാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾ ചോര ചുതറി മരിക്കുകയും ഭക്ഷണത്തിനായി കേഴുകയും ചെയ്യുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. അപ്പോൾ എങ്ങനെ എനിക്ക് ജന്മദിനത്തിന് എന്തെങ്കിലും വാരി ഭക്ഷിക്കാൻ പറ്റും എന്ന ലീലാവതി ടീച്ചറുടെ ആ നിരീക്ഷണങ്ങൾ ഗസയിലെ സ്ത്രീയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ലീലാവതി ടീച്ചർ പറഞ്ഞത്. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. വലിയൊരു ഐക്യദാർഢ്യ പ്രസ്താവനയാണ് ലീലാവതി ടീച്ചർ നടത്തിയത്. അതുപോലെ പപ്പേട്ടൻ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ടി പത്മനാഭൻ ഗസയിലെ കുട്ടികൾ എന്ന ഒരു കഥ എഴുതിയത് വായിക്കാനിടയായി. അപ്പോൾ പല രൂപത്തിൽ നാം നമ്മുടെ ഐക്യദാർഢ്യം ആക്രമിക്കപ്പെടുന്നവരും ഇരകളാകുന്നവരും ഒക്കെ നിലവിളിക്കുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ ആ മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത് അനീതിയാണ്. അരുതു കാട്ടാള എന്ന ആ വാക്കുകളില്ലേ, ഇത് കിരാതത്വമാണ്. ആരാണിത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആത്മസുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഈ പറയുമ്പം ഈ പറയുന്ന ആളിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടല്ലേ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂടെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കുന്നതെന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, കേൾക്കുന്നവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ ആലോചിച്ച് തന്നെയാണ്, കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പറയാൻ ഞാൻ ഉരുമ്പെടുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാര്യം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് യോഗം കേട്ടുകൊണ്ടിരിക്കാൻ മാത്രം നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ പറ്റില്ലല്ലോ. ഗസയിലെ സംഭവങ്ങളായാലും ഇറാനെതിരായി നടന്ന നഗ്നമായ ലോക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രയേലിലെ നെതന്യാഹു ഭരണവും ഡൊണാൾഡ് ട്രംപും ചേർന്നിട്ടുള്ള ആക്രമണമാണെങ്കിലും
ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയെപ്പോലുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്ന് അതിൻ്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പ്രതിനിധിയിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രതികരണം അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംഭവവികാസങ്ങൾ എന്താണ്, അതിൻ്റെ ആഴവും പരപ്പും എന്താണ്, അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം ചുരുക്കി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അത് വിശദീകരിക്കാൻ നമുക്കറിയാം. ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യം എടുക്കേണ്ട നിലപാടെന്തായിരുന്നു, അതുണ്ടായോ? ചേരിചേരാ പ്രസ്ഥാനം, ആ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിച്ചിരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായ രാജ്യമാണ് ഇറാൻ, ഏഷ്യൻ രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്തിന് നേരെ ഉണ്ടായ അതിക്രമമാണ്. ഇവിടെ ആ അതിക്രമത്തെക്കുറിച്ച്, കടന്നാക്രമണത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചു എന്ന് മാത്രമല്ല, ഈ ആക്രമണം നടത്തുന്നതിന് 2-3 ദിവസം മുമ്പാണ് ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്. ആസൂത്രിതമല്ല എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾക്കിതാ 3-4 ലോക രാജ്യങ്ങളിൽ ലോക ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി വന്ന് പോകുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ തങ്ങൾ അമേരിക്കയുമായി ചേർന്ന് നടത്താൻ പോകുന്ന ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നോ ഇല്ലയോ, അത് പ്രധാനമന്ത്രി വ്യക്തമാക്കണം എന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനൊരു ഭീകരമായ ആക്രമണം, ആഗോള നിയമത്തിന്റെ ലംഘനം നടത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെ പോയി ഇസ്രയേൽ പാർലമെന്റ് നടത്തിയ പ്രസംഗത്തിലെ ഒരാശയം എന്താ? ലോകത്ത് ഭീകരതയെ നേരിടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നീങ്ങണം എന്നാണ്. പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമാണെങ്കിൽ പോലും ആഭാസകരമായ ഒരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രി അവിടെ ഇസ്രയേലിൻ്റെ പാർലമെന്റിൽ നെതന്യാഹു എന്ന് പറയുന്ന, ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തെ ഭരണാധികാരികളുടെ കൂട്ടത്തിലെ ഒരു ക്രിമിനൽ, ആ ക്രിമിനലിനെ ന്യായീകരിച്ചുകൊണ്ട് ടെററിസം, ഭീകരവാദത്തെ നേരിടാൻ ഇന്ത്യ ഇസ്രയേലുമായി സഹകരിക്കണമെന്ന് പറയുന്നു. ഇസ്രയേൽ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനമാണ്. വെസ്റ്റ് ബാങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗസയിൽ തുടരുന്നത്, വെടിനിർത്തൽ ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസും ഇസ്രയേലി ഭരണകൂടവും. പക്ഷെ ആ ഔപചാരികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രയേലി സൈനികർ, സയനിസ്റ്റുകൾ അവർ കൊല്ലത്തുടരുകയാണ്. ഓരോ ദിവസവും നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്, 12 പലസ്തീനികൾ കൊല്ലപ്പെട്ടു, 5 കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പോൾ ഭീകരവാദ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വിചാരണ നേരിടേണ്ട ഒരാൾ, അയാളുമായി, നെതന്യാഹുവുമായി, ഭീകര കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമായി ഇസ്രയേൽ പാർലമെന്റ് വേദി പങ്കിട്ടുകൊണ്ട് പ്രസംഗിക്കുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം അവിടുന്ന് മടങ്ങുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇറാന്റെ നേരെ ആക്രമണമാണ്. ഇവിടെ പിന്നെ 10-15 മിനിറ്റ് സംസാരിക്കാനേ ഉള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന കുറിപ്പെല്ലാം പരാമർശിക്കാനാണെങ്കിൽ കുറേ നേരം എടുക്കും. നിങ്ങളാരും ഭയപ്പെടണ്ട. ഞാനിപ്പോൾ പ്രസംഗത്തിനിടയിൽ ആത്മനിയന്ത്രണം പാലിക്കാൻ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും. അപ്പോൾ ഇറാന്റെ നേരെയുള്ള ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ നമ്മൾ ഭർഷിക്കുമ്പോൾ ചില വസ്തുതകൾ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോകും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും
അനുഭാവികളും എല്ലാം അടങ്ങിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. CPIM ബന്ധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറാനിലുണ്ട്. അതിൻ്റെ പേര് ടുഡേ പാർട്ടി എന്നാണ്. അവരവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ആഹാ, കിട്ടിയല്ലോ എന്ന് ചിലർ വിചാരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്ന പൗരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും തുല്യതയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗമനവാദികൾക്ക് അനുകൂലിക്കാൻ പറ്റാത്ത ചില നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇറാനിലുള്ളത്. പക്ഷെ ആ ഭരണ സംവിധാനത്തെ വിമർശിക്കാനോ അതിൽ മാറ്റം വരുത്താനോ ആ രാജ്യത്തെ ജനങ്ങളാണ്, അവർ സംഘടിച്ച് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവിടെ രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറേ ടുഡേ പാർട്ടി പ്രവർത്തകർ ഇറാന് പുറത്താണ്. സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു ടുഡേ പാർട്ടി, ഇപ്പോഴുമാണ്. അപ്പം അവിടെ ഈ ആക്രമണത്തിന് മുമ്പ് സ്ത്രീകളുടേതായ ചെറുത്തുനിൽപ്പ്, പൗരാവകാശങ്ങൾക്കും ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം, ഇതൊക്കെ ഇറാനിലുണ്ട്. അത് ഇറാനിലെ ജനങ്ങളുടെ വിഷയമാണ്. ട്രംപും നെതന്യാഹുവും കൂടെ നടത്തിയ ആക്രമണം, ആ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. UN ചാർട്ടറിൻ്റെ 2-ാം അനുച്ഛേദം എന്ന് പറയാം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ UN പറയുന്നത് എന്താണ്? ഐക്യരാഷ്ട്രസഭ, അതിലംഗങ്ങളാണല്ലോ ഇപ്പം ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം. 190-ലധികം രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഓട്ടോണമി, അവിഛിന്നത, പരമാധികാരം, സ്വാതന്ത്ര്യം അത് അംഗീകരിക്കണം ഓരോ രാജ്യവും മറ്റു രാജ്യങ്ങളുടെ. 2, ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കരുത്, ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും പാടില്ല. ഇതിൻ്റെ ഒരു മലയാളമാണ് UN ചാർട്ടറിൻ്റെ 2-ാം അനുച്ഛേദത്തിൽ. പിന്നെ ബലപ്രയോഗമോ, ഒരു രാജ്യം ആയുധം എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എടുക്കാം, ആ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കാം, ആ രാജ്യത്തിൻ്റെ സോവറിറ്റിയെ, ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ആയുധമെടുക്കാം. ഒരിക്കലും ആയുധം എടുക്കാൻ പാടില്ലെന്നല്ല. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും അതാണ്. ഞാൻ വേറൊരാൾക്കെതിരായിട്ടൊന്നും കായിക ആക്രമണം നടത്തിക്കൂടാ. പക്ഷെ ഞാൻ കായികമായി ചെറുത്തില്ലെങ്കിൽ ഞാൻ കൊല ചെയ്യപ്പെടുമെന്ന് കണ്ടാൽ ചെറുക്കേണ്ടി വരും. അപ്പം നഗ്നമായ ലംഘനമാണെന്ന് മാത്രമല്ല, അവിടെ ചെയ്തതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇവർ ഈ ആക്രമണം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രിസിഷൻ അസോൾട്ടാണ്. അവിടുത്തെ പരമോന്നത ഭരണാധികാരിയെയും ആത്മീയ നേതാവിനെയുമാണ് ലക്ഷ്യം വെച്ച് അവർ കൊലപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നത്. പിന്നെ സൈന്യത്തിൻ്റെ അധിപർ. ഇറാനിൽ ഒരു നേതൃത്വ ശൂന്യത സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറാനിലെ നേതൃത്വത്തിൽപ്പെട്ടവരെ, അവർ താമസിക്കുന്ന സ്ഥലം, അവർ പ്രവർത്തിക്കുന്ന ഓഫീസ്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന യോഗം, ഇതിപ്പോൾ പെൻറ്റഗണിന് വേണമെങ്കിൽ വീക്ഷിക്കാം. അതാണ് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ. ഗ്ലോബൽ പൊസിഷനിങ് ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലം അമേരിക്കയെ അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഭാഷയിൽ കുറ്റം പറയുന്ന എന്നെ ഇപ്പം തന്നെ ഉന്മൂലനം ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രസംഗം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇവരെല്ലാം കൊന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പ്രിസിഷൻ അസോൾട്ടാണ്. സൂക്ഷ്മമായി ആൾ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ട് മിസൈൽ അയക്കുന്നു, ബോംബിടുന്നു, കൊല്ലുന്നു. ഇത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പം
കുഞ്ഞുങ്ങൾ മക്കളായിട്ടോ സഹോദരരായിട്ടോ ഒക്കെ ഉള്ള ഒരാൾക്ക് വലിയ വലിയ ഒതുക്കി വെക്കാൻ പറ്റാത്ത വേദന തോന്നുന്ന ഒരു സംഭവം ഇവരുടെ ഈ പ്രിസിഷൻ കില്ലിങ്ങിനിടയിൽ ഇവർ നടത്തിയില്ലേ? ഒരു സ്കൂളിലെ 170 പെൺകുട്ടികളെ കൊന്നു. അവരെ പഠിപ്പിക്കുന്ന 14 അധ്യാപകരെയും കൊന്നു. എവിടെ എന്താണ് ഇത്? സിവിലിയൻ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണോ? ആശുപത്രിയാണോ? സ്കൂളാണോ? ഹോട്ടലാണോ? ഇവർ ലക്ഷ്യമിടുന്ന ആരെങ്കിലും കാറിൽ കയറിപ്പോയി രക്ഷപ്പെടാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണോ? ഇതെല്ലാം അറിയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണമായിരുന്നു അത്. അപ്പൊ ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ലോകത്തുണ്ട്, ഞങ്ങളോട് ആരും ഒന്നും ചോദിക്കില്ല. അങ്ങനെയാണ് ലോകത്തെ ഹിറ്റ്ലറിൻ്റെ പ്രേതം ബാധിച്ചിരിക്കുന്നു ട്രംപിനും നെതന്യാഹുവിനും. ഈ പ്രേതം ബാധിക്കുക എന്ന് ഞാൻ ഒരു ആശയവിനിമയത്തിന് പറഞ്ഞതാണ്. പ്രേതമില്ല, പ്രേതം ഒട്ട് ബാധിക്കുകയില്ല. പ്രേതം ബാധിക്കും എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അശാസ്ത്രീയമാണ്. ഒരാശയം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ദിവസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ മെയ് 2 പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഗുരു അഡോൾഫ് ഹിറ്റ്ലർ, ആ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സൈന്യം സോവിയറ്റ് ചെമ്പടയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. മാർഷൽ ഷുക്കോവ്, ചുവപ്പ് സേനയുടെ തലവൻ, അദ്ദേഹത്തിന് മുമ്പിൽ 1,34,000 നാസി സൈനികരാണ് കീഴടങ്ങിയത്. ഈ ദിവസം മെയ് 2 81 വർഷം മുമ്പ്. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ എൻ്റെ ശ്രദ്ധപ്പെട്ടതാണ്. അപ്പോഴാണ് ഇതിന് 2 ദിവസം മുമ്പാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പഴയകാല ഗുരു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. 30-ാം തീയതിയാണ്, ഏപ്രിൽ 30-നാണ്. 81 കണക്കിന് ഞാൻ പറയാം. 1945 മെയ് 2-നാണ് ബെർലിനിൽ ചെമ്പട പ്രവേശിച്ച് അന്നത്തെ ഡൊണാൾഡ് ട്രംപിനെ, അന്ന് ലോകത്തുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സൈന്യം കീഴടങ്ങിയത്. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവപ്പ് സേനയ്ക്ക് വലിയ ത്യാഗം സഹിച്ച ചുവപ്പ് സേനയാണ്. പക്ഷേ സോവിയറ്റ് പാർട്ടി പറഞ്ഞത് ലോക തൊഴിലാളി ദിനമായ മെയ് 1 റൈക്സ്ടാഗിൻ്റെ മേൽ ചുവപ്പ് കൊടി ഉയർത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അവർ പാർട്ടിയോടും സ്റ്റാലിനോടും ക്ഷമിക്കണം, ആ ദിവസം ചെയ്യാൻ പറ്റിയില്ല, 2 ദിവസം വൈകിപ്പോയി, 1 ദിവസം വൈകിപ്പോയി, മെയ് 1 പറ്റിയില്ല. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. റൈക്സ്ടാഗിൻ്റെ മുകളിൽ ആ ചെങ്കൊടിയുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, അത് കാണുമ്പോൾ അയാൾ കൊടിയുമായിട്ട് അവിടെ എങ്ങനെ കയറി എന്ന് നമ്മൾ സംശയിക്കും. ഞാനതാണ് ആലോചിച്ചത്. അപ്പോ ഹിറ്റ്ലർ ലോകത്തെ മുഴുവൻ സ്വന്തം ചവിട്ടടിയിൽ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ശ്രമിച്ചതുപോലെ അതേ രൂപത്തിലല്ലെങ്കിലും ഡൊണാൾഡ് ട്രംപും ഡൊണാൾഡ് ട്രംപിന്റെ കിങ്കരന്മാരായിട്ടുള്ള നെതന്യാഹുവിനെ പോലെയും, ബ്രസീലിലുണ്ടായിരുന്നു ബോൾസനേരോ, പക്ഷെ ഇപ്പം ബോൾസനേരോ പോയി, അവിടെ ഡിസിൽവ വന്നിട്ടുണ്ട്, എർദോഗനുണ്ട്, പിന്നെ ഹംഗറിയിലുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെയും ഹിറ്റ്ലറിൻ്റെയും ഒക്കെ ശിഷ്യൻ. പക്ഷേ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പ് തോറ്റുപോയി. സ്വേച്ഛാധിപതികൾ ലോകത്തിൻ്റെ പല കോണിലും വളർന്നു വരുന്നു. അവർ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ലോകത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ അവർ നയിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുടക്കുന്ന മൂലധനത്തിന്
ജനങ്ങളെ കൊള്ളയടിച്ച്, പ്രകൃതിയെ കൊള്ളയടിച്ച്, പ്രകൃതി വിഭവങ്ങളെ ഊറ്റിയെടുത്ത് പരമാവധി തങ്ങൾക്ക് തടിച്ചു കൊഴിക്കാൻ സർവതന്ത്ര സ്വാതന്ത്ര്യവുമുള്ള ഒരു ലോകമായിരിക്കണം. രാഷ്ട്രീയമായി തങ്ങളുടെ ആധിപത്യം ലോകം മുഴുവൻ അംഗീകരിക്കണം. തങ്ങൾ പറയുന്നതിന് അനുകൂലിച്ച് നിൽക്കുന്നവർ ഏത് തരക്കാരാണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് തുടരാം, ഭരണത്തിൽ തുടരാം. ലോകത്തെ ധനമൂലധന ശക്തികളെ മുഴുവൻ സംരക്ഷിക്കാൻ ലോകത്തെ ശതകോടീശ്വരന്മാരുടെ താല്പര്യം, ചൂഷണ താല്പര്യം, അതിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും എർദോഗനും. ലോകത്തെ മുതലാളിത്ത ചൂഷണം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരികളും അവർ തമ്മിലുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘമായി, ഏകധ്രുവ ലോകമായി, അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരു ലോകമായി, സാമ്പത്തികമായും സൈനികമായും സാംസ്കാരികമായും ലോകത്തെ മാറ്റിപ്പണിയണം സ്വന്തം രൂപത്തിൽ. മാനിഫെസ്റ്റോയിൽ മാർക്സ് അതിനെ കുറിച്ച് തന്നെ പറയും. അതിന് ലോകത്തെവിടെയും പോയി നിക്ഷേപം നടത്തും, കൂടുകൂട്ടും. അപ്പം ലാറ്റിൻ അമേരിക്കയിൽ കുറച്ച് പേര്, ഇടതുപക്ഷ പുരോഗമന നിലപാടുള്ള കുറച്ച് പേര് ചേർന്ന് അമേരിക്ക പറയുന്നതെല്ലാം അനുസരിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഇവിടെ പറഞ്ഞതുപോലെ പുതുവർഷത്തിൽ ജനുവരി 3-ാം തീയതി വെനസ്വേലയിൽ ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ആക്രമണം നടത്തുകയാണ്. കൊച്ചു വെളുപ്പാങ്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിക്കോളാസ് മഡുറോ, വെനസ്വേലൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ക്യൂബയിൽ നിന്നുള്ള കുറേ പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരും ഉണ്ടായിരുന്നു. അത്തരത്തിൽപ്പെട്ട 32 പേരെ കൊന്നുകളഞ്ഞു ഈ അമേരിക്കയുടെ പ്രത്യേക പരിശീലനം, ഇത്തരം ഓപ്പറേഷൻ ഇവിടെ നടത്തിയത്. എന്നിട്ട് പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് പോയി അവരിപ്പം ന്യൂയോർക്കിലെ ജയിലിലാണ്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് വെനസ്വേല. അമേരിക്കയിലെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ പറയുന്നു ഇവർക്കെതിരായിട്ടുള്ള ചാർജ് എന്താണ്? മയക്കുമരുന്ന് വ്യാപിക്കുന്നതിന് ഇവർ ഉത്തരവാദിയാണ്, പ്രസിഡന്റും പ്രസിഡന്റിന്റെ ഭാര്യയും എന്നാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലും മയക്കുമരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിലൊരു പങ്കുമില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കാണ്. അപ്പം അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി 28-ന് ഇറാന്റെ നേരെയുള്ള ഈ ആക്രമണം. അവിടുത്തെ ഭരണാധികാരികളെ കൊല്ലുകയാണ്. ബാക്കിയുള്ളവരെ ചിലർ ഞങ്ങൾ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർ വേറൊരു വീട്ടിൽ താമസിക്കുന്ന കുറേ പേരെ കൊന്നിട്ട് ബാക്കിയുള്ളവരെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുമോ? കാര്യം നമ്മുടെ ഇവിടെ നിയമസംഹിതയുണ്ട്. പക്ഷെ ലോകത്ത് അങ്ങനെ ഒരു നിയമസംഹിത ഇന്നില്ല. അമേരിക്ക പറയുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാണ് നിയമം. അന്താരാഷ്ട്ര ലെക്സിക്കണിൽ ലോകകാര്യങ്ങൾ സംബന്ധിച്ച് പരാമർശിക്കുമ്പം അവിടെ ഉപയോഗിക്കുന്ന ഭാഷാ സാഹിത്യത്തിൽ പദാവലിയിൽ റോഗ് സ്റ്റേറ്റ് എന്നൊരു വാക്കുണ്ട്. റോഗ് സ്റ്റേറ്റ്, അതിന് തെമ്മാടി രാഷ്ട്രം എന്നാണ് പൊതുവിൽ പരിഭാഷയായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഗുണ്ടാരാഷ്ട്രം എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഗുണ്ടാരാഷ്ട്രം എന്നും പറഞ്ഞാൽ പോരാ, ഭീകരവാദ രാഷ്ട്രം എന്ന് തന്നെ വിളിക്കണം ഇസ്രയേലിനെയും അമേരിക്കയെയും. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അമേരിക്ക നടത്തിയിട്ടുള്ള ലോക അതിക്രമങ്ങൾ, അതിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഇറാനുമായി ബന്ധപ്പെട്ടുള്ളത്. ഇറാനെതിരായിട്ട് ഈ ആക്രമണം നടത്തുന്നതിന് ഇപ്പം അവർ പറഞ്ഞ കാര്യം എന്താ? ഇറാൻ്റെ ന്യൂക്ലിയർ ആയുധ വികസന പരിപാടി
തടയാൻ വേണ്ടിയാണ്, അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. ഇത് പറയുന്നത് ആരാണ്? ലോകത്ത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഒരേ ഒരു തവണ ഉപയോഗിച്ച അമേരിക്കയാണ്. ഹിറോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബിട്ട്, ആറ്റം ബോംബിട്ട് ലക്ഷങ്ങളെ കൊലപ്പെടുത്തിയ രാഷ്ട്രമാണ് ഇപ്പോൾ ലോകത്ത് ഈ ന്യൂക്ലിയർ വ്യാപനം തടയാൻ വേണ്ടി നിലകൊള്ളുന്നത്. അതിൻ്റെ ഒരു വിരോധാഭാസം എത്രയാണെന്നുള്ളത് ആലോചിച്ച് നോക്കും. അതാണ് ഒന്ന്. പിന്നെ ആ ലക്ഷ്യത്തോടു കൂടി ഇറാനെതിരായിട്ട് യുദ്ധത്തിന് പോയ ഇസ്രയേലിൻ്റെ കയ്യിൽ ആയുധമുണ്ട്, ന്യൂക്ലിയർ ആയുധമുണ്ട്, അമേരിക്കയുടെ സഹായത്തോടു കൂടി. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഇനി ഇറാന്റെ കയ്യിലുണ്ടോ? ഇറാന്റെ കയ്യിലെ ഇറാൻ നടത്തുന്ന ന്യൂക്ലിയർ പരിപോഷണ പരിപാടികൾ അവസാനിപ്പിക്കാൻ 9 മാസം മുമ്പ് ഇറാനിൽ ഇവർ ആക്രമണം നടത്തി അമേരിക്ക. ഓർക്കുന്നില്ലേ? ഇതുപോലെ പ്രിസിഷൻ അറ്റാക്കാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണോ? എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇറാനിൽ നടന്നുകൊണ്ടിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ സൂക്ഷ്മമായി, ഈ ഭൂമിക്കടിയിലെ വലിയ ബങ്കറുകൾ പൊട്ടിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പം അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഞങ്ങൾ തകർത്ത് കളഞ്ഞു എന്ന് ട്രംപ് അവകാശപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പം പിന്നെ ഇപ്പം ഫെബ്രുവരി 28 നടത്തിയതോ? നിങ്ങൾ അന്ന് 9 മാസം 8 മാസം മുമ്പ് അത് തകർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഈ യുദ്ധത്തിൽ നിങ്ങൾ എന്തിനാ പോകുന്നത്? കഥയിൽ ചോദ്യമില്ല എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഇതൊന്നും ആരാ അമേരിക്കയോട് ചോദിക്കുക? ഇപ്പോൾ ഇത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നമ്മളിതെല്ലാം സൂക്ഷ്മമായിട്ട് പിന്തുടരണം. ഇവർ ഫെബ്രുവരി 28 ആക്രമണം നടത്തുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് ഇറാന്റെ പ്രതിനിധികളും അമേരിക്കയുടെ പ്രതിനിധികളും ഒമാന്റെ സഹകരണത്തോടു കൂടിയാണ്, ഗൾഫ് രാജ്യമായിട്ടുള്ള ഒമാൻ, ഈ മസ്കറ്റും സലാലയും ഒക്കെയുള്ള സ്ഥലം, നമ്മുടെയൊക്കെ അയലത്ത് ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടാവില്ല, ആ ഒമാന്റെ സഹായത്തോടു കൂടി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയുടെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും മധ്യസ്ഥരുമായി ഒത്തുതീർപ്പിൽ എത്തിച്ചേരാനുള്ള സാഹചര്യമെല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഒമാൻ വ്യക്തമാക്കിയത്. അപ്പോഴാണ് ഒത്തുതീർപ്പൊന്നും വേണ്ട. ഇവിടെ നമ്മൾ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിൽ ആധിപത്യ ശ്രമമുണ്ട്. തങ്ങളുടെ സൈനികാധിപത്യത്തിന് കീഴിൽ വരണം, രാഷ്ട്രീയാധിപത്യത്തിന് കീഴിൽ വരണം. പിന്നെ ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട്. ഈ മിഡിൽ ഈസ്റ്റ് പല പേരിൽ പറയും, അതേത് ഭാഗത്ത് നോക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതും ഒരു പാശ്ചാത്യ വീക്ഷണമാണ്. പടിഞ്ഞാറ് നിന്ന് നോക്കുമ്പോഴാണ് ഇത് പിന്നെ മിഡിൽ ഈസ്റ്റ് ആകുന്നത്. പോട്ടെ, ഈ ഭൂപ്രദേശം നിങ്ങൾ ഭൂപടമെടുത്തൊന്ന് നോക്കിയാൽ നമ്മൾ എന്താ കാണുക? 3 ഭൂഖണ്ഡങ്ങൾ ചേരുന്ന മർമ്മപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ മിഡിൽ ഈസ്റ്റ്. പാലസ്തീൻ, ഇസ്രയേൽ, ഇറാൻ, ഈ സിറിയ, ഏതൊക്കെയാ 3 ഭൂഖണ്ഡങ്ങൾ? ഒന്ന് ആഫ്രിക്ക, അപ്പുറത്തേക്ക് പോയാൽ ഈജിപ്തും ആഫ്രിക്കയുമാണ്. ഗാസയിൽ തൊട്ടുകിടക്കുകയാണ് ഈജിപ്റ്റ്. അപ്പൊ ആഫ്രിക്കൻ വൻകര. മുകളിലേക്ക് പോയാൽ യൂറോപ്പ്, നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ വലത്തോട്ട് പോയാൽ ഏഷ്യ. അപ്പൊ വടക്കേ അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും ഭൂഗോളത്തിന്റെ വേറൊരു ഭാഗത്താണ്, പശ്ചിമാർദ്ധഗോളം എന്ന് പറയും. അത് അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ലാറ്റിൻ അമേരിക്ക ചെറുത്തു നിൽക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം വെനസ്വേലയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ തോന്നുമ്പടി ഇടപെടും
ലാറ്റിൻ അമേരിക്കയിൽ. ഇതാണ് അമേരിക്കയുടെ നിലപാട്. ഇടപെട്ടവർ കാണിക്കുകയും ചെയ്തല്ലോ. മുമ്പ് അലണ്ടയെ കൊന്നില്ലേ? അത് പറയുമ്പോൾ ഒരു കാര്യം, ഈ അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഭരണവർഗങ്ങൾ എത്ര വലിയ ക്രിമിനലുകളാണ് ഇത് നമ്മൾ ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. പാബ്ലോ നെരൂദയും അലൻഡെ കമ്മ്യൂണിസ്റ്റ് നിലപാടിനോട് അടുത്തു നിൽക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനം ചിലിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ട് പാബ്ലോ നെരൂദ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ട്. അപ്പോഴാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചർച്ച ചെയ്തിട്ട് നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അലൻഡെ നമ്മുടെ പൊതു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം. അലൻഡയുടെ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. അങ്ങനെ ഇതെല്ലാം CAA നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 57-58 കേരളത്തിലെ കാര്യങ്ങൾ CAA നോക്കി ഇവിടെ ഇടപെടുകയും ചെയ്താൽ അപ്പം പിന്നെ ചിരിയിൽ അത് നോക്കി ഇടപെടുമെന്നുള്ളതിനകത്ത് അത്ഭുതമൊന്നുമില്ലല്ലോ. എന്നിട്ട് അവർ ചെയ്തതറിയുള്ളൂ. നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്ത് പോന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളിലെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായി തീരാനിടയുള്ളവരെ ചെറുപ്പകാലത്ത് തന്നെ അമേരിക്കയിൽ കൊണ്ടുപോയി പരിശീലനം കൊടുക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് CAAക്ക് ഒരു അട്ടിമറി സംഘടിപ്പിക്കണമെന്ന് തോന്നിയാൽ ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെല്ലാം അതിനോട് സഹകരിച്ച് പോരാറുണ്ട്. എന്നാൽ CAA നോക്കിയപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി അലൻഡെ ജയിച്ചാൽ അലൻഡയ്ക്കെതിരായിട്ടൊരു സൈനിക അട്ടിമറി സംഘടിപ്പിക്കുന്നതിന് ചിലിയിൽ ഒരു വലിയ തടസ്സമുണ്ടെന്ന് CAA കണ്ടു. എന്താണ് ആ തടസ്സം? അവിടെ സൈനികരുടെ മുഴുവൻ സ്നേഹാദരങ്ങൾ നേടിയെടുത്തുകൊണ്ട് അവിടുത്തെ സൈന്യത്തിൻ്റെ തലവനായിരുന്ന റെനെ സ്നൈഡർ എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ അത്യുന്നത നേതാവ്, അദ്ദേഹം ഭരണഘടനാ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റാനുള്ള അട്ടിമറി പണിക്ക് സഹകരിക്കണമെന്ന് പറഞ്ഞാൽ ഈ റെനെ സ്നൈഡർ സഹകരിക്കില്ല. അപ്പൊ എന്തു വേണം? അലൻഡയെ അട്ടിമറിക്കാനും അലൻഡയെ കൊല്ലാനും നമുക്ക് പറ്റണമെങ്കിൽ ആദ്യം റെനെ സ്നൈഡറെ കൊല്ലണം. അതാണ് CAA ചെയ്തത് ചിലിയിൽ. എത്ര വലിയ അന്താരാഷ്ട്ര കുറ്റകൃത്യമാണിത്. അമേരിക്കയ്ക്ക് ന്യായീകരിക്കാൻ പ്രത്യക്ഷമായും പരോക്ഷമായും പുറപ്പെടുന്ന പലരും ഉണ്ടല്ലോ. അവരറിയുന്നുണ്ടോ? ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ എത്ര തവണ ഒരു ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ടും നരേന്ദ്രമോദിയെ പോലുള്ളവരുടെ ഭാഗികമായ പിന്തുണ എന്നേ പറയാൻ പറ്റൂ. പരസ്യമായ പിന്തുണ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അവിടെ ഇസ്രയേലി പാർലമെന്റിൽ പോയി പ്രസംഗിച്ചപ്പോൾ പരസ്യമായ പിന്തുണ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. അങ്ങനെ ലോകത്തെ ഭരണാധികാരികളെ, രാഷ്ട്രത്തലവന്മാരെയൊക്കെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളുടെ മർമ്മപ്രധാന സ്ഥാനങ്ങളിലെല്ലാം സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ രാഷ്ട്രീയവും സൈനികവും മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ളതുമായ ആധിപത്യം നിലനിർത്താനുള്ള നിയമവിരുദ്ധമായ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് അമേരിക്കൻ ഭരണകൂട സംവിധാനത്തിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായ ഒരു അതിക്രമമായിട്ട് കണ്ടുകൂടാ. ഡൊണാൾഡ് ട്രംപ് നമുക്ക് ശക്തമായി വിമർശിക്കാൻ തോന്നുന്ന വിധത്തിൽ വിചിത്രമായാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുക. കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു വൈചിത്ര്യമുണ്ട്. ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലോ 48 മണിക്കൂറിനുള്ളിൽ ഇത് തീരും. ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇറാൻ ഇപ്പൊ കീഴടങ്ങിയില്ലെങ്കിൽ ഇറാൻ ഞാൻ ബാക്കി വെക്കില്ല, ഐ വിൽ റിമൂവ് ദി സിവിലൈസേഷൻ. ഇറാൻ എന്ന് പറയുന്നത് വലിയ പേർഷ്യൻ സംസ്കാരമാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ പേർഷ്യ എന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത്.
ഇന്ത്യയുടെ സംഗീതത്തിൽ, ചിത്രകലയിൽ, നൃത്തത്തിൽ, നമ്മുടെ കഥക് എന്നൊക്കെ പറയുന്നത് പേർഷ്യൻ സ്വാധീനമാണ്. ഉത്തരേന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് മുഴുവൻ പേർഷ്യൻ സംഗീതത്തിന് സ്വാധീനമുണ്ട്. പേർഷ്യൻ സാഹിത്യം, ഇങ്ങനെ വലിയൊരു പാരമ്പര്യമുള്ള ജനതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വൈകിയാൽ 10 കോടി ജനത അവിടെ മണ്ണിനോട് ലയിക്കും എന്ന മട്ടിൽ ഭീഷണി പുറപ്പെടുവിക്കും. 2ാം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ആദ്യം ഒരു തവണ പ്രസിഡന്റായി, പിന്നെ തോറ്റു, ഇപ്പൊ 2ാമത് മത്സരിച്ചാണ് ട്രംപ് ജയിക്കുന്നത്. ഈ 2ാമത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ട്രംപ് അമേരിക്കൻ ജനതയോട് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയിലുള്ള തൊഴിലില്ലായ്മ, അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഇടപെടലുകൾ നടത്തും. അമേരിക്കയിലെ തൊഴിൽ മേഖലയിൽ തന്നെ ട്രംപിനെ കുറിച്ച് പ്രതീക്ഷ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് ഉതകുന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ട്രംപ് പലപ്പോഴും നടത്തും. ഇന്നിപ്പോൾ വന്നിട്ടുള്ള അമേരിക്ക എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് തെറ്റിയിട്ടുണ്ട്. ഈ ഇറാനിലെ യുദ്ധത്തെ നാറ്റോ അംഗ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ബഹുഭൂരിപക്ഷവും. അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യ ചേരിക്കിടയിൽ തന്നെ, ആ ചേരിയുടെ ഭാഗമാണല്ലോ നാറ്റോ അംഗങ്ങളായിട്ടുള്ള ഫ്രാൻസും ജർമ്മനിയും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളും. അവർ കൂടെ, കാര്യം ട്രംപ് ഒറ്റയ്ക്കെടുത്ത്, അമേരിക്ക ഒറ്റയ്ക്കെടുത്ത്, അമേരിക്കയും നെതന്യാഹുവും കൂടെ എടുത്ത, അമേരിക്കയും ഇസ്രായേലും കൂടെ എടുത്ത തീരുമാനമാണ്. അതിൽ ഞങ്ങൾ ഒപ്പം വരാൻ തയ്യാറല്ല എന്ന് ചില രാജ്യങ്ങൾ കടുപ്പിച്ചൊന്നുമല്ല, എന്നാൽ പോലും പറഞ്ഞു. അപ്പൊ ട്രംപ് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇവന്മാരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഈ നാറ്റോയിൽ ഇങ്ങനെ കുറേ അംഗങ്ങൾ യൂറോപ്പിൽ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, നാറ്റോയ്ക്ക് ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഈ താരിഫിന്റെ കാര്യത്തിൽ ഒരു കരാറ് വെച്ചിരുന്നു അമേരിക്ക. 15% അതിൽ താഴെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ്. അമേരിക്കയ്ക്കില്ല. ഇന്നിപ്പം അമേരിക്ക എന്നുള്ള റിപ്പോർട്ട് ട്രംപിന്റെ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നു. യൂറോപ്പിന് 25% താരിഫ്, അവിടുത്തെ വാഹനങ്ങൾക്ക്, കാറുകൾക്കും ട്രക്കുകൾക്കും 25% താരിഫ് ചുമത്തുകയാണ്. അപ്പൊ താൻ പറയുന്നതെല്ലാം അനുസരിക്കാത്തതിനോടുള്ള ദേഷ്യം കൂടിയാകാം. അപ്പൊ ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകളിലും പെരുമാറ്റത്തിലും ഉണ്ടെങ്കിൽ പോലും, ദാറ്റ് ഈസ് എ മെത്തേഡ് ഇൻ മാഡ്നസ് എന്ന് പറയുമല്ലോ, ഈ വട്ടാണെന്ന് തോന്നുന്നെങ്കിൽ പോലും ചില കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന പലതും ട്രംപ് പറയുന്നതായും ചെയ്യുന്നതായും തോന്നുമെങ്കിലും മൂലധന താല്പര്യം, ശതകോടീശ്വരന്മാരുടെ താല്പര്യം, അദ്ദേഹം തന്നെ ഒരു ശതകോടീശ്വരനാണ്. ഇപ്പൊ ഗസ പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റാണ്. ആ സ്ഥലം വിനോദസഞ്ചാരികൾക്ക് ചെല്ലാൻ, ചൂതാട്ടത്തിന് വേണ്ടി ചെല്ലാൻ, ചൂതാട്ടത്തിൻ്റെ കൂടെയുള്ള പല പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ അമേരിക്കയിൽ പലയിടത്തും ലീഗലൈസ്ഡാണ്. അമേരിക്കയിൽ പലയിടത്തും നിയമവിധേയമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും അമേരിക്കയിൽ ലൈസൻസ് കൊടുത്ത് നടക്കുന്നുണ്ടെന്നുള്ള കൂട്ടത്തിൽ പറയാം. അതുപോലുള്ള ഒരു ചൂതാട്ട വിനോദ കേന്ദ്രമായി ഗസയെ മാറ്റാൻ, കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും മനുഷ്യരെയും മുഴുവൻ വംശീയമായ കൂട്ടക്കുരുതി നടത്തി ഉന്മൂലനം ചെയ്തിട്ട് ആ ഭൂമി പിടിച്ചെടുത്ത് അവിടെ വിനോദ ചൂതാട്ട കേന്ദ്രം നിർമ്മിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് ആജീവനാന്ത ചെയർമാനായി ഒരു ബോർഡ് ഓഫ് പീസ് ഉണ്ടാവുകയാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടുകേൾവിയുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉത്തരവാദിത്വം കൂടി ഈ ബോർഡ് ഓഫ് പീസ് ഏറ്റെടുക്കുമോ എന്ന് പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സാമ്രാജ്യത്വം വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി ആക്രമണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് ചിലത് പരാമർശിച്ച് മാത്രം പോവുകയാണ് സമയലാഭത്തിന് വേണ്ടി. സൂചിപ്പിച്ചു കഴിഞ്ഞു,
ഏകധ്രുവ ലോകമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴിൽ ലോകത്തെ മുഴുവൻ ചൊൽപ്പടിക്ക് കിട്ടാനും അമേരിക്കയുടെ ആ ലോകാധിപത്യത്തിന് വെല്ലുവിളി മുഴക്കുന്ന ചില ശക്തികൾ ലോകത്തിന് ചില ഭാഗങ്ങളിലുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷം, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള വലുതും ചെറുതുമായ ഇടതുപക്ഷ ശക്തികൾ, ക്യൂബ, വിയറ്റ്നാം, കൊറിയ, പിന്നെ ജനസംഖ്യയിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ചൈന, അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. ട്രംപിൻ്റെ താരിഫ് യുദ്ധമെല്ലാം വന്നപ്പോൾ ആ താരിഫ് യുദ്ധത്തിന് മുമ്പിൽ പതറാതെ നിന്ന ഒരു രാജ്യം ചൈനയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട. ചൈനയുടെ കാര്യത്തിൽ വലിയ ആവേശം കൊള്ളുന്ന ആളുകളൊന്നുമല്ല CPIM-ൻ്റെ ആളുകൾ. കാര്യം ചൈനയിലെ കാര്യങ്ങളെക്കുറിച്ച് CPIM-നും ചില സ്വതന്ത്രമായ നിലപാടുണ്ട്, വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ പരിഗണിക്കുന്നതിലുള്ള പിശുക്ക് നമ്മൾ പലയിടത്തും സമൂഹത്തിൽ പൊതുവിൽ കാണാറുണ്ട്. കാര്യം സമൂഹം പൊതുവിൽ പുരുഷാധിപത്യപരമാണ്, ലോകം തന്നെ, അല്ലേ? അമേരിക്കയിൽ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് ചൈനയുടെ കോണ്ടെക്സ്റ്റിൽ പറയാൻ എന്താണ്, ചൈനയിലും പാർട്ടി നേതൃത്വത്തിൽ വേണ്ടത്ര സ്ത്രീകൾ കാണുന്നില്ല എന്ന് ഞങ്ങൾ അവിടെ ഒരു പ്രതിനിധിസംഘം പോയപ്പോൾ അവരോട് തന്നെ സ്നേഹത്തോടു കൂടി പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെയാണ്. കുറേ ക്ലേശിച്ച് മാത്രമേ സ്ത്രീകളെ നേതൃത്വം. കാര്യം ഇതൊക്കെ ഫ്യൂഡൽ സ്വാധീനം നിലനിൽക്കുന്ന സമൂഹമാണ് ചൈനയും ഇന്ത്യയുമൊക്കെ. പക്ഷെ ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ ഇന്ന് അമേരിക്കയ്ക്ക് ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കുതിപ്പ് നിർമ്മാണ മേഖലയിൽ, ഉൽപാദന മേഖലയിൽ ചൈനയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഇന്നത്തെ ലോകാധിപത്യ ശ്രമത്തിന് ഒരു ഭീഷണി ഉയർത്താൻ കഴിയുന്നത് വലിയൊരു പരിധിവരെ ചൈനയ്ക്കാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, അമേരിക്കയുടെ ലോകാധിപത്യ നീക്കങ്ങൾക്ക് ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുമ്പോൾ അതിൽ പങ്കുവഹിക്കാൻ കഴിയേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യയും. ഇന്ത്യയിലെ ഇന്നത്തെ ഭരണ നേതൃത്വവും ആ ഭരണ നേതൃത്വം ചെയ്യുന്ന കൊള്ളരായ്മകളും ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ പിടിയിൽ നിൽക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് സാധാരണ മനുഷ്യർക്കെതിരായിട്ട് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉത്തരേന്ത്യയിലെല്ലാം തൊഴിലാളികളുടെ വലിയ സമരം നടക്കുകയാണ്. കാര്യം തൊഴിലാളികൾക്ക് അവകാശമില്ല, ജീവിക്കാനുള്ള കൂലിയില്ല. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് തൊഴിലാളികൾ രംഗത്ത് വരികയാണ്, സ്വതന്ത്രമായി വരികയാണ്. അവിടെ CITU എല്ലാം ഓടിയെത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കൊള്ളരായ്മകളെല്ലാം നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ തുടരുമ്പോൾ തന്നെ ഒരു രാഷ്ട്രവും സാമ്പത്തിക ശക്തിയും എന്ന നിലയിൽ ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ല. നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഭരണകൂട നേതൃത്വത്തെ വിമർശിക്കുമ്പോൾ ജനസംഖ്യ കൊണ്ടും വ്യത്യസ്ത മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ആപേക്ഷികമായ പുരോഗതി കൊണ്ടും വ്യാവസായിക രംഗത്ത് ഈ എല്ലാ പോരായ്മകളും കുറവുകളും ഉണ്ടായിരിക്കുമ്പോൾ ലോകത്തെ ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിലുള്ള വളർച്ചയുടെ ലാഭം, നേട്ടം മുഴുവൻ അദാനിമാരും അംബാനിമാരും ശതകോടീശ്വരന്മാരും കൈയടക്കുകയാണ്. പ്രതിശീർഷ വരുമാനം നോക്കുമ്പോൾ ഇന്ത്യ എത്ര പിന്നിലാണ്. പക്ഷേ പല മേഖലകളിലും ചരിത്രപരമായ കാരണങ്ങളാൽ ഇന്ത്യ നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന പോലെ ഇന്ത്യയുടെ കോട്ടം, ഇന്ത്യയുടെ സാമ്പത്തികമായ വളർച്ചയുടെ നേട്ടങ്ങൾ മുഴുവൻ ശതകോടീശ്വരന്മാർ കൈയടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈനയും ഇന്ത്യയും പ്രധാനപ്പെട്ട ലോകത്തെ രണ്ട് അയൽ രാജ്യങ്ങൾ എന്നുള്ള നിലയിൽ
ഈ രണ്ടു രാജ്യങ്ങളും അവ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇരുകൂട്ടർക്കും സ്വീകാര്യമായ വിധത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനും ലോകത്ത് ഏകധ്രുവലോകമായി മറ്റെല്ലാ രാജ്യങ്ങളും ഞങ്ങളുടെ ആജ്ഞ അനുസരിച്ചോളണം എന്ന മട്ടിൽ പെരുമാറുന്നതുമായ സ്ഥിതിവിശേഷം, ആ സ്ഥിതിവിശേഷത്തിന് മുമ്പിൽ വലിയൊരു പ്രതിരോധം തീർക്കാൻ ചൈനയും ഇന്ത്യയും ഇപ്പോൾ തന്നെ യോജിച്ച് പ്രവർത്തിക്കുന്ന വേദിയുണ്ട്. ഏതാ? ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് കൂട്ടായ്മ. അത് ആ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന ബ്രസീലിൽ ഇന്ന് പൊതുവിലൊരു പുരോഗമന ഗവൺമെൻറ്റാണ്, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റാണുള്ളത്. ഇന്ത്യയുടെ സ്ഥിതി നമുക്കറിയാം. റഷ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവേശം തോന്നുമെങ്കിലും മുതലാളിത്ത വാദക്കാരനായ പുടിനാണ് ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ്. പക്ഷെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യത്തെ ചെറുക്കണം എന്നൊരു നിലപാട് പുടിനുണ്ട്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ മാസം 23, 24, 25 തീയതികളിൽ മോസ്കോയിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ജെനഡി ഷുഗാനോവിൻ്റെ ക്ഷണം CPIM-ന് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ സാമ്രാജ്യത്വ ഭീകരവാദ ശക്തികളുടെ ഉയർച്ച സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. റഷ്യയിൽ ശ്രദ്ധേയമായ സ്വാധീനമുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരായ നിലപാടുകളും പുടിൻ ഗവൺമെൻറ് പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അപ്പം ചൈനയുണ്ട്, ദക്ഷിണാഫ്രിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, റഷ്യയുണ്ട്, ബ്രസീലുണ്ട്. ഈ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ഭാഗമായി ഇപ്പോൾ അസോസിയേറ്റ് അംഗത്വം ചില രാജ്യങ്ങൾ കൊടുക്കുന്നു. ഇതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ ഈ രാജ്യങ്ങളാണെങ്കിലും, ഈ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയാണ്. ലോകത്ത് GDP-യുടെ 30% ഈ രാജ്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അത് ശക്തിപ്പെടേണ്ടതുണ്ട്. പക്ഷെ അത് ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായ നിലപാട് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ആഗോള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ജനങ്ങളുടെ തിരിച്ചറിവുണ്ടാവണം, ജനങ്ങളുടെ ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം ബ്രിക്സ് പോലെയുള്ള സംഘടനാ സംവിധാനങ്ങൾക്ക് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന കൂട്ടായ്മ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് മാറും. തെമ്മാടി രാഷ്ട്രം എന്ന് തന്നെ നിസ്സംശയം നിർവചിക്കേണ്ട ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം, നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ കൂട്ടാളികളെ അണിനിരത്തിക്കൊണ്ട് ലോക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായി ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, അതിലേറ്റവും ഒടുവിലത്തതാണ് ഇറാൻ്റെ നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ. ഗസയിൽ നടന്നത്, വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പലസ്തീൻ എന്ന ഒരു രാഷ്ട്രത്തെ ഫലത്തിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന് കരുക്കൾ നീക്കുന്നത്. 1948 ലോക ഭൂപടം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കതിൽ പാലസ്തീൻ എന്ന് ഒരു ഭൂപ്രദേശം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കാണാം. ഇസ്രയേൽ എന്നൊരു ഭൂപ്രദേശത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ കാണാൻ കഴിയില്ല. ഇനി
ഭാവി ഭൂപടങ്ങളിൽ പാലസ്തീൻ എന്നൊരു പ്രദേശത്തെ കാണാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ട്രംപ് പ്രഖ്യാപിച്ചു ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമോ നാഗരികതയോ ഉണ്ടാവില്ല. പക്ഷേ തൽക്കാലം ഇറാനിലെ ജനങ്ങൾ, ഇറാനിലെ സൈനികർ, പുതുതായി ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഈ കടന്നാക്രമണ നീക്കങ്ങളെ ചെറുത്തു നിൽക്കുകയാണ്. ചില വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇറാൻ ജനതയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവവിശേഷമുണ്ട്. എത്ര വലിയ ആക്രമണം ഉണ്ടായാലും എന്തു ത്യാഗം സഹിച്ചും ആ ആക്രമണത്തെ നേരിടാൻ അവർക്ക് കഴിയും. ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ തകർന്നു പോയി എന്ന് വരാം. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ തകർന്നു പോവുകയാണെങ്കിൽ അവരെ തകർക്കാൻ വന്നവരെ കൂടി ഒപ്പം തകർച്ചയിലേക്ക് അവർ കൊണ്ടുപോകും. അതാണ് ഇറാനിലെ ജനങ്ങളുടെയും ഇറാൻ്റെ സംസ്കാരത്തിൻ്റെയും ഒരു സ്വഭാവവിശേഷം എന്ന് ഇറാൻ്റെ ചരിത്രവും സംസ്കാരവും അവിടുണ്ടായ രാഷ്ട്രീയ പരിവർത്തനങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി പറയേണ്ട എന്താണ് അതിനെക്കുറിച്ച് പറയാത്തതെന്ന് ഇപ്പോൾ നിങ്ങൾ ചില ചിന്തിച്ചിട്ടുണ്ടാവും. ഒന്ന്, മുഹമ്മദ് മൊസദേവ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇറാന്. അദ്ദേഹം അവിടുത്തെ എണ്ണസമ്പത്ത് മുഴുവൻ ദേശസൽക്കരിക്കാൻ തയ്യാറായി ഇറാൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ആയിരുന്നു അവിടെ ഈ എണ്ണ മേഖലയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ദേശസാൽക്കരണ നീക്കവുമായിട്ട് മുഹമ്മദ് മൊസാദേവ് പോയപ്പോഴാണ് ആദ്യമായി ഇറാനിൽ അട്ടിമറി സംഘടിപ്പിക്കുന്നത്, ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട്. അതിനുശേഷമുള്ള ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ ഇവരെ ചൂഷകർ, സാമ്രാജ്യത്വം നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ് ഇറാനെ എന്ന് നമ്മൾ കാണണം. അതിന് വലിയൊരു ചരിത്രമുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടി, അതുകൂടെ പറഞ്ഞിട്ട് പലതും ഞാനിവിടെ നോട്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നൽകിയ വാഗ്ദാനം പാലിക്കണം എന്ന് കരുതുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി പക്ഷേ പറയാതെ പോകാൻ കഴിയില്ല. അത് ഇപ്പോഴത്തെ പോപ്പ് കെ വി തോമസ് മാഷ് കൂടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ലിയോ 14 അദ്ദേഹത്തെ കണ്ടുണ്ടോ? ഇല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടു. തൊട്ട് മുമ്പുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തവാരികയിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് CPM-ന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ഞാനല്ല എഴുതിയത്, അത് എഴുതിയത് പ്രഭാത് പട്നായിക്കാണ്. നിങ്ങൾക്കറിയാം, വിശ്വവിശ്രുത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പ്രഭാത് പട്നായിക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് പോപ്പ് എഗൻസ്റ്റ് ക്യാപിറ്റലിസം എന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം വന്ന ലിയോ 14 കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയെങ്കിലും പരാമർശിക്കാതെ പോകരുത് എന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു. കാര്യം അത്രയധികം സമാധാനവും സമത്വവും സാഹോദര്യവും ആഗ്രഹിക്കുന്നവർ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ആദരവോടുകൂടി മാത്രമേ ഓർക്കാൻ കഴിയൂ. അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹം അർജന്റീനക്കാരനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ലിയോ 14 എവിടെ നിന്നാണ്? അമേരിക്കക്കാരൻ, ചിക്കാഗോയിൽ നിന്നുള്ള മാർപ്പാപ്പയാണ്. അദ്ദേഹം ഈ സിയോണിസ്റ്റുകൾ ചെയ്യുന്ന അതിക്രമങ്ങൾ, ട്രംപിൻ്റെ നേതൃത്വം നടക്കുന്ന അതിക്രമങ്ങൾ, ഇതിനെല്ലാം മനസ്സ് നൊന്ത് ലോകത്ത് യുദ്ധം, ദുഃഖം വിതയ്ക്കുകയുള്ളൂ, അരുത്, യുദ്ധം പാടില്ല, സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പരസ്യമായി പറഞ്ഞു. കുർബാന അർപ്പിക്കുന്ന സമയത്തുള്ള പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ട്രംപ് എന്താ പറഞ്ഞത്? ഇതൊരു പ്രശ്നോത്തരിയാണ്, നിങ്ങളുടെ ഒരു പങ്കാളിത്തത്തിന് വേണ്ടിയാണ്.
ലിയോ 14 പോപ്പ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞത് വായിച്ചിട്ടുള്ളവരാരെങ്കിലും പറയണം. നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് കുറേ നേരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ എന്താ സുഹൃത്തിൻ്റെ പേര്? നിങ്ങളുടെ പേരെന്താ? ഇങ്ങോട്ട് വാ, വേദിയിലേക്ക് വാ, ഒരു സമ്മാനം തരാം ശരിയായിട്ട് പറഞ്ഞത്. എന്ത് ചെയ്യുന്നു സഖാ വർഗീസ്? എന്ത് ചെയ്യുന്നു? വളരെ ശരിയായ ഉത്തരം പറഞ്ഞു. നിങ്ങളെ മാർപ്പാപ്പാക്കിയത് ഞാനാണെന്നാണ് ട്രംപ് പറയുന്നത്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, പ്രസിഡന്റിനെ വിമർശിക്കുന്ന ഒരു മാർപ്പാപ്പയെ എനിക്ക് ആവശ്യമില്ല. പിന്നെ പറഞ്ഞു അദ്ദേഹം വളരെ ദുർബലനാണ് മാർപ്പാപ്പ. പിന്നെ പറഞ്ഞു അദ്ദേഹം റാഡിക്കൽ ലെഫ്റ്റാണെന്ന്. ഇവിടെ നമ്മുടെ നാട്ടിൽ വല്ല നല്ല കാര്യവും പറഞ്ഞാൽ അർബൻ നക്സലൈറ്റ് ആണെന്ന് പറയുമല്ലോ മോഡി. അതുപോലെ ഇവരൊക്കെ ഒരേ അച്ഛൻ വാർത്തതാണ് ഈ മോഡിയും ട്രംപും. ട്രംപ് പറഞ്ഞു ഇടതുപക്ഷ തീവ്രവാദമാണ് ഈ ലിയോ 14. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കമ്മ്യൂണിസ്റ്റാണെന്ന് ആക്ഷേപിച്ചിരുന്നു. അത് ഇപ്പോഴും ഞാൻ ഓർക്കുക. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞതാണ് ഞാൻ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം യേശുക്രിസ്തു പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ നടപ്പാക്കുന്നുള്ളൂ എങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തോന്നും. അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത്. അപ്പോൾ ഈ ലിയോ 14 അദ്ദേഹത്തിനെതിരായിട്ട് ട്രംപ് പറഞ്ഞത് മാത്രമല്ല, വാൻസ് വൈസ് പ്രസിഡന്റ് മാർപ്പാപ്പയെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഉൾക്കൊള്ളുന്നത് 1000 വർഷത്തെ വിശുദ്ധ അഗസ്റ്റിൻ്റെ സഭയിൽപ്പെട്ടയാളാണ്. 1000 വർഷമായിട്ട് നിലനിൽക്കും. അപ്പൊ ജസ്റ്റ് വാർ, നീതിപൂർവകമായ യുദ്ധം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, സഭയും ചർച്ച ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ നേരത്തെ UN ചാർട്ടർ 2 പറയുന്നതും അതിന് തുറന്നു പറയുന്നതുമായിട്ടുള്ളത് തന്നെയാണ്. നീതീകരിക്കാവുന്ന യുദ്ധം ആക്രമിക്കപ്പെടുമ്പോൾ അനീതിക്കെതിരായി ചെറുത്തു നിൽക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ്. അപ്പോ സഭയ്ക്കെതിരായി ട്രംപ് ക്രിസ്തീയ മൂല്യങ്ങളിലാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷേ ട്രംപിൻ്റെ കള്ളി വെളിച്ചത്താവുകയും സാമ്രാജ്യത്വത്തിൻ്റെ കള്ളി വെളിച്ചത്താവുകയും ലോകത്ത് വളരെ വിപുലമായ ഒരു യുദ്ധവിരുദ്ധ പ്രസ്ഥാനം, അതൊരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം എന്ന സ്വഭാവം പൂർണ്ണമായിട്ട് ആർജിച്ചിട്ടില്ലെങ്കിൽ കൂടി യുദ്ധം ദുഃഖമാണ്. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അനുഗ്രഹീതർ. ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു, യുദ്ധം നടത്തുന്നവരെ ഒരിക്കലും, യുദ്ധം നടത്തുന്നവർക്കൊപ്പം ഒരിക്കലും ദൈവം നിൽക്കില്ല. അതും പറഞ്ഞു ലിയോ 14. അപ്പോ ഇറാനെതിരായി നടന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും നടന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ലോകം തന്നെ വലിയൊരു ചർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ആ ചർച്ചയുടെ ആഴവും പരപ്പും വർദ്ധിക്കുന്നതിൽ ലിയോ 14 മാർപ്പാപ്പ എടുത്ത നിലപാടും ഒരു പങ്ക് വഹിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ അതിപ്രശസ്തരായ വ്യക്തികൾ, കലാകാരൻ, എഴുത്തുകാർ, ഇവരെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ ഇക്കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് വേണ്ട പോലെ ചെയ്തു എന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് EMS പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ നടത്തിയ ഈ പരിപാടി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏതെല്ലാം വിഷയങ്ങളിലേക്ക് നമ്മുടെ ചർച്ച കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഒരുപാട് മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോളറിൻ്റെ ആധിപത്യം, അതിന് വെല്ലുവിളി മുഴങ്ങുന്നതും
ഈ അമേരിക്കയുടെ ലോകാധിപത്യ നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഇറാൻ എണ്ണ വിൽക്കുന്നത് ഡോളറിൽ വേണ്ട, ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയിൽ, പ്രത്യേകിച്ച് ബലമുള്ള കറൻസിയിൽ, ചൈനീസ് യുവാൻ തന്നാൽ മതി, എണ്ണ തരാം എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. വെനസ്യൂല, ആക്രമിക്കപ്പെട്ട വെനസ്യൂല പറഞ്ഞു. വെനസ്യൂല ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ്. അപ്പോൾ ഈ ആക്രമണം സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ മാത്രമല്ല, പ്രകൃതി വിഭവങ്ങൾ കൈയടക്കാൻ കൂടിയാണ്. ഡോളറിൻ്റെ കൃത്രിമമായി സൃഷ്ടിച്ച മേധാവിത്വം എങ്ങനെ കൃത്രിമമായി സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഡോളർ കൊണ്ടുവന്നാൽ അതിന് തുല്യമായ സ്വർണം തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഡോളറിന്, ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിന് തുല്യമായ, സ്വർണത്തിന് തുല്യമായ വില ഡോളറിനുണ്ട് എന്ന ഒരു മിഥ്യാധാരണ സൃഷ്ടിച്ചത് ഇത് പറഞ്ഞിട്ടാണ്. എന്നിട്ട് നിക്സൺ പറഞ്ഞു 1970 71 അതൊക്കെ പണ്ട് പറഞ്ഞതാണ്, ഡോളറുമായിട്ട് വന്നാൽ സ്വർണ്ണവും തരാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്രോൾ ഓർഡറിൻ്റെ വശങ്ങളുണ്ട്. അപ്പം ഇതിന് പല തലങ്ങളുണ്ട്. അപ്പോൾ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഹായകമായ വിധത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരെ അനുമോദിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായി ചുരുക്കി നമ്മുടെ നാട്ടിൽ നാനാഭാഗങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. പുരോഗമന നിലപാടുള്ള കലാസമിതികളുണ്ട്, ഗ്രന്ഥശാലകളുണ്ട്, ചർച്ചാവേദികളുണ്ട്. അവിടെ എല്ലാം എങ്ങനെയാണ് സാമ്രാജ്യത്വം ലോകത്തെ മുഴുവൻ, മനുഷ്യരാശിയെ മുഴുവൻ ചൂഷണത്തിൻ്റെ പിടിയിൽ നിലനിർത്താൻ വേണ്ടി അതിനുള്ള ഇടപെടലാണിതെല്ലാം. ഇത് ചർച്ച ചെയ്യാനും വിശദീകരിക്കാനും നമുക്ക് കഴിയണം. മാനവരാശി യോജിച്ചു നീങ്ങിയാൽ ഈ ചൂഷക ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തീരും എന്ന് ട്രംപ് പ്രഖ്യാപിച്ച ഇറാനെതിരായിട്ടുള്ള യുദ്ധം നീണ്ടുപോവുകയാണ്. ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും എന്നായിരിക്കും ഇപ്പോൾ ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഇറാഖിനെതിരായിട്ട് യുദ്ധം നടത്തി ബുഷ്. അന്ന് ബുഷ് പറഞ്ഞു, ദൈവം സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഈ യുദ്ധം തുടങ്ങിയത് എന്ന്. അന്ന് യാത്രയ്ക്കിടയ്ക്ക് ലണ്ടൻ ടൈംസ് എനിക്ക് കാണാൻ ഒരവസരം കിട്ടി യാത്രയിൽ. അപ്പോൾ ലണ്ടൻ ടൈംസിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: മിസ്റ്റർ ബുഷ്, നിങ്ങൾ യുദ്ധം തുടങ്ങാൻ ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞു, ഈ യുദ്ധം അവസാനിക്കാനുള്ള മാർഗവും ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഇറാഖിൻ്റെ നേരെ നടത്തിയ യുദ്ധം. അതെങ്ങനെ സമാപിച്ചു എന്നുള്ളതെല്ലാം നമുക്കറിയാം. അപ്പം അതുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരായി സാമ്രാജ്യത്വത്തിൻ്റെ സേവകരെ പോലെ നടക്കുന്ന നമ്മുടെ നമ്മുടെ നരേന്ദ്രമോദിയെ പോലുള്ളവർ, അമിത്ഷായെ പോലുള്ളവർ, മോഹൻ ഭഗത്തിനെ പോലുള്ളവർ, RSSൻ്റെ തലവൻ, ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ പ്രധാനിയാണ് മോഹൻ ഭഗത്ത്. സാമ്രാജ്യത്വത്തെ താങ്ങി നടക്കുകയാണ് ഇവരെല്ലാം. ഇവരെ തുറന്നു കാണിച്ചുകൊണ്ട് മനുഷ്യപക്ഷ പ്രസ്ഥാനത്തെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിച്ച EMS പഠന ഗവേഷണ കേന്ദ്രത്തെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.